നമസ്കാരം. ഈ ആൻസി എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് മാനേജ്മെന്റ്, സെക്കൻഡ് ഇയർ മാനേജ്മെന്റിന്റെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്താണെന്നും ദെൻ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതിൽ നമ്മൾ 4 മെത്തേഡ് പറഞ്ഞിരുന്നു. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ദെൻ മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ റേഞ്ച് പഠിച്ചു കഴിഞ്ഞു. റേഞ്ച് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ഐറ്റം ആൻഡ് സ്മോളസ്റ്റ് ഐറ്റം നമ്മൾ പറഞ്ഞു. അതിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ കണക്കാക്കി. റേഞ്ചിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് 2 എക്സ്ട്രീം വാല്യൂസിനെ കണക്കാക്കുന്നതാണ്. നടുക്കൊള്ളാം, അതിനിടയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ തന്നെ റേഞ്ചിനെ അത് സ്വാധീനിക്കുന്നില്ല. ഒരു ഹയസ്റ്റ് വാല്യൂ, ഒരു ലോവസ്റ്റ് വാല്യൂ, അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ റേഞ്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഡിസ്പെർഷൻ ശരിയായ ഒരു അളവെന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അതിന്റെ പോരായ്മ മാറ്റാൻ വേണ്ടി അടുത്ത ഡിസ്പെർഷൻ വന്നു. എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 എക്സ്ട്രീം വാല്യൂസ്, ഹയസ്റ്റ് വാല്യൂ ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ, അവ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ആ സീരീസിലെ മറ്റു വാല്യൂസിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ തന്നെ, അവയ്ക്കെല്ലാം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതൊന്നും തന്നെ റേഞ്ചിനെ സ്വാധീനിക്കുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആണ് റേഞ്ചിൻ്റെത്. അത് മാറ്റാൻ വേണ്ടി നമുക്ക് വന്ന അടുത്തൊരു മെത്തേഡ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് വേറൊരു പേരുടെ പറയുന്നുണ്ട്, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് നമ്മൾ ഇതിനെ പറയുന്നു. ക്വാർട്ടൈൽ ഡീവിയേഷന്റെ വേറൊരു പേരാണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുന്ന രീതി QD. ഓക്കെ, ക്വാർട്ടൈൽ ഡിവിഷൻ നമുക്ക് ഷോർട്ട് ഫോമിൽ QD എന്ന് ഞാൻ പറയുന്നു. ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. എന്താണ്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 എന്നാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുന്നത്. അതിന്റെ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അല്ലെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് കണക്കാക്കുന്ന രീതി കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ Q3, എന്താണ് Q1 എന്നൊക്കെ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിച്ച് കേട്ടിട്ടുണ്ടാകും പാർട്ടീഷൻ വാല്യൂസ്. പാർട്ടീഷൻ വാല്യൂസ് പ്രധാനമായിട്ടും 4 തരം ഉണ്ടായിരുന്നു: മീഡിയൻ, ദെൻ ക്വാർട്ടൈൽസ്, ദെൻ ഡിസൈൽസ് ആൻഡ് പെർസെന്റൈൽസ്. ഇവയെല്ലാം തന്നെ സീരീസിനെ പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. മീഡിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീഡിയൻ ഡിവൈഡ്സ് ദ സീരീസ് ഇൻടു 2 ഈക്വൽ പാർട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡിവൈഡ്സ് ദ സീരീസ് ഇൻടു 4 പാർട്സ്. ഒരു സീരീസിനെ 4ആക്കി ഡിവൈഡ് ചെയ്യുന്ന എന്താണ് വാല്യൂസിനെ പറഞ്ഞ പേരാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 3 പോയിന്റ് കിട്ടും. Q1 ഓക്കെ, ലോവർ ക്വാർട്ടൈൽ, then Q2 it is same as median, and Q3 upper quartile അല്ലെങ്കിൽ third quartile. അപ്പൊ Q1 is equal to first quartile, then second quartile and Q3. അപ്പൊ Q2 എപ്പോഴും എന്തിന് തുല്യമായിരിക്കും? മീഡിയന് തുല്യമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മീഡിയന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് Q1ഉം Q3യും എന്താണെന്ന് മനസ്സിലാക്കണം. Q2 നമ്മൾ മീഡിയൻ കണക്കാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ Q1 Q3 കണക്കാക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് Q1 Q3 കണക്കാക്കണം? അതിനുശേഷം ആ Q3 Q1 യൂസ് ചെയ്ത് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം Q1 എങ്ങനെ കണക്കാക്കാം, Q3 എങ്ങനെ കണക്കാക്കാം, അത് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ്, ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് Q1 ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും ഫോർമുല സെയിം തന്നെയാണ്. Q1 is equal to size of n+1 divided by 4th item. എന്താണ് Q1ന്റെ ഫോർമുല? സൈസ് ഓഫ് n+1. n is equal to total number of items, n+1 divided by 4th item. Then Q3 third quartile എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് 3n+1 divided by 4th item. ഓക്കെ, ഇതാണ് 3 പ്രധാനമായിട്ടും Q1 കണക്കാക്കുന്ന ഫോർമുല ആൻഡ് Q3 കണക്കാക്കുന്നത്. Q1 is equal to size of n+1 divided by 4th item. Then Q3 is equal to size of 3n+1 divided by 4th item. നമുക്ക് എങ്ങനെയാണ് ഇതിന് എന്താണ് ഇതിനെ കറക്റ്റ് കണക്കാ, എങ്ങനെ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് പരിശോധിക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം.
Q1 Q3 കണക്കാക്കുന്ന രീതി. Q3യുടെ ഫോർമുല പഠിച്ചല്ലോ. നമ്മൾ മീഡിയൻ എന്തായിരുന്നു പറഞ്ഞത്? മീഡിയൻ നമ്മൾ പറഞ്ഞത് മീഡിയൻ ഡിവൈഡ് ദ വാല്യൂ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. സെൻട്രൽ വാല്യൂ പറഞ്ഞ പേരാണ് മീഡിയൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ നമ്മൾ സീരീസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു n+1 ഡിവൈഡ് ബൈ 2 ഐറ്റം എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സീരീസിനെ 4 ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കണക്കാക്കുന്ന രീതി n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. Then Q3 ആയപ്പോഴാണ് 3n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം നമ്മൾ പറഞ്ഞത്. നമുക്ക് കണക്കാക്കാം ഫോർമുലയിൽ എങ്ങനെ നമുക്ക് ഈ Q3യും Q1 നമുക്ക് എങ്ങനെ കണക്കാക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് Q3 കണക്കാക്കാൻ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് മാർക്ക് എഴുതുകയാണ്. മാർക്ക് 20, 28, 40, 12, 30, 15, 50. ഓക്കെ, ഇത് കുറച്ച് മാർക്കാണ്. 1, 2, 3, 4, 5, 6, 7 കുട്ടികളുടെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീഡിയൻ പഠിച്ചതുപോലെ തന്നെയാണ്. മീഡിയൻ നമ്മൾ ആദ്യം എന്ത് നോക്കിയിരുന്നു? ഡേറ്റ അറേഞ്ച്ഡ് ആണോ നോക്കിയിരുന്നു. അവിടെ ഡേറ്റ അറേഞ്ച്ഡ് അല്ല എങ്കിൽ നമ്മൾ അത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ. കാരണം ഇതൊരു പൊസിഷണൽ ആവറേജ് പോലെ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഡേറ്റ മാറ്റണം. എങ്ങോട്ടേക്ക്? ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ മാറ്റുന്നു. അപ്പൊ ഇവിടെ നമുക്ക് അസെൻഡിങ് ഓർഡറിലോട്ട് നമുക്ക് ആദ്യം മാറ്റാം. ഡേറ്റ നമുക്ക് 12, ആദ്യത്തത് 12, then 15, then അടുത്ത് വന്നത് 20, then 28, then 30, then 40, then 50. ഓക്കെ, ഇത് ഇത്രയും നമുക്ക് ഡേറ്റയാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് Q1 Q3 കണക്കാക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഓരോ ഒബ്സർവേഷനും പ്രത്യേകം നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇത് നമുക്ക് എങ്ങനെ Q1 Q3 ദെൻ അതിന്റെ ക്വാർട്ടറൽ ഡീവിയേഷനും അതിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് എങ്ങനെ കണക്കാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം. നമുക്ക് Q1 കണക്കാക്കാം. Q1 ഈസ് ഈക്വൽ ടു പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്വാർട്ടർ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ്, ഫോർമുല പഠിച്ചു വെച്ചേക്കുക, സൈസ് ഓഫ് n+1 divided by 4th item. n+1 divided by 4th item. n എത്രയാണ്? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റം 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പൊ നമുക്ക് is equal to size of 7+1 divided by 4th item is equal to size of 8 divided by 4th item is equal to size of 2 സെക്കൻഡ് ഐറ്റം. ഇപ്പൊ നമുക്ക് ആൻസർ വന്നത് രണ്ടാമത്തെ ഐറ്റം. രണ്ടല്ല ആൻസർ, രണ്ടാമത്തെ ഐറ്റം ആണ് 1, 2. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നു 15 ആണ് Q1. Q1 ഈസ് ഈക്വൽ ടു 15. ഇത് നമുക്ക് ഇതേപോലെ തന്നെ Q3 കണക്കാക്കാം. Q3 ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഫോർമുല എന്തായിരുന്നു? സൈസ് ഓഫ് 3n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് n എത്ര കിട്ടി? 7 ആണ്. സോ size of 7+1 divided by 4th item is equal to size of 3 into 8 by 4th item. 7+1 ആണ് ഇവിടെ 8 ആയത്. is equal to size of 24 divided by 4th item. അപ്പൊ 24 divided by 4 is equal to 6th item. ഓക്കെ, ആൻസർ നമുക്ക് 6th ഐറ്റം ആണ്. ഏതാണ് 6th ഐറ്റം? 1, 2, 3, 4, 5, 6. അപ്പൊ 6th ഐറ്റം ഏതാണ്? 40. സോ നമുക്ക് Q3 കിട്ടിയതാണ് 40 ഈസ് ദ ആൻസർ. അപ്പൊ നമുക്ക് Q1 കിട്ടി, Q3 കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണക്കാക്കണം? ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ കണക്കാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് QD ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ കണക്കാക്കുന്നത്? നമുക്ക് Q1 എത്ര കിട്ടി? Q1 ഈസ് ഈക്വൽ ടു 50 and Q3 is equal to 40 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് നമുക്ക് കണക്കാക്കാം. QD ക്വാർട്ടൈൽ ഡീവിയേഷൻ is equal to Q3 minus Q1 divided by 2. ഓക്കെ, മാറിപ്പോരുത്. നമ്മൾ റേഞ്ച് പഠിച്ചത് L-S എന്ന് മാത്രമേ ഉള്ളൂ, ഡിവൈഡ് ബൈ 2 ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 minus Q1 divided by 2 ഈസ് ഈക്വൽ ടു Q3 നമുക്ക് 40 കിട്ടി, മൈനസ് 15 divided by 2 ഈസ് ഈക്വൽ ടു 25 divided by 2 ഈസ് ഈക്വൽ ടു
12.5. അപ്പൊ ആൻസർ കിട്ടി നമുക്ക് QD കിട്ടി 12.5. Then coefficient of quartile deviation. Coefficient of നമ്മളിത് ഒരു റേഷ്യോ അല്ലെങ്കിൽ പെർസെന്റേജോട് കൺവേർട്ട് ചെയ്യുന്നതാണ്. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഫോർമുല പഠിച്ചോളൂ. Q3 minus Q1 divided by Q3 plus Q1 is equal to 40 minus 15 divided by 40 plus 15 is equal to 25 divided by 55 is equal to നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. എത്രയാണ് 25 divided by 55? നമുക്ക് ആൻസർ കിട്ടും 0.45. ഓക്കെ, നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞു. എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കിയത്? ആദ്യം നമ്മൾ ഫോർമുല നോക്കുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 minus Q1 divided by 2. കോഎഫിഷ്യന്റ് Q3 minus Q1 divided by Q3 plus Q1 എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തന്നെ നമുക്ക് Q1 ഉം Q3 എങ്ങനെ കണക്കാക്കണം ഞാൻ പറഞ്ഞിരുന്നു. Q1 is equal to ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും ഫോർമുല ഒന്ന് തന്നെയാണ്. Q1 is equal to size of n plus 1 divided by 4th item. Q3 is equal to size of 3n plus 1 divided by 4th item. ആ രണ്ട് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ Q1 ഉം Q3 ഉം കണക്കാക്കി. ദെൻ അത് നമുക്ക് ഈസി ആയിട്ട് എന്ത് കണക്കാക്കാം? ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിപ്പോ മനസ്സിലായി. ഒരു ഡിസ്ക്രീറ്റ് സീരീസ് പ്രകാരം എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ കണക്കാക്കുന്നത്? സ്റ്റെപ്പ് ബൈ എല്ലാം തന്നെ മീഡിയൻ പോലെ തന്നെയാണ്. Q1 ഉം Q3 ഫോർമുല മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി മീഡിയൻ കണക്കാക്കുന്ന അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും നമുക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഫോർമുലയ്ക്ക് വ്യത്യാസമില്ല. എന്തെന്നാണ്? Q1 is equal to size of n plus 1 divided by 4th item. Q3 is equal to size of 3n plus 1 divided by 4th item. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ നമുക്ക് മീഡിയം കണക്കാക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ. നമുക്ക് കുമുലേറ്റീവ് ഫ്രീക്വൻസി കണക്കാക്കണം. ആദ്യം 4 എഴുതി, ദെൻ ഓരോ ഫ്രീക്വൻസി ആഡ് അപ്പ് ചെയ്യുക. 4 കൂടെ 7, ദെൻ 11 plus 15 26 plus 8 34 plus 7 41, then last 41 plus 2 44. Okay, sorry 44 അല്ല 43. നമുക്ക് കുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്ത് കഴിഞ്ഞ് നമ്മളിനി ഫോർമുലോട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ Q1 കണക്കാക്കുന്നു. Q1 ഫോർമുല എന്തായിരുന്നു? സൈസ് ഓഫ് n plus 1 divided by 4th item is equal to, ഇവിടെ n എത്രയാണ്? n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി. ഓക്കെ, n എപ്പോഴും ഓർമ്മിക്കുക, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ n is equal to സിഗ്മ f അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി നമുക്കറിയാം, ലാസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത് കൂട്ടി നോക്കിയാലും അല്ലെങ്കിൽ ഇത് നമുക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും ടോട്ടൽ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് 43. അപ്പൊ നമുക്ക് കണക്കാക്കാം സൈസ് ഓഫ് n plus 1 divided by, sorry, n എത്രയാണ്? 43 plus 1 divided by 4th item is equal to 44 divided by 4th item is equal to size of 44 divided by 4 11th item. 11ാമത്തെ ഐറ്റം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 11 തന്നിട്ടുണ്ട്. അപ്പം 5th മുതൽ 5ാമത്തെ ഐറ്റം മുതൽ 11ാമത്തെ ഐറ്റം വരെ എവിടെ ഉണ്ട്? 11 എന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസിക്കകത്തുണ്ട്. അപ്പൊ 11ന്റെ നേരെയുള്ള എക്സ് വാല്യൂ 11 ഫ്രീക്വൻസി. ഓക്കെ, 11 CF ഇതാ ഉണ്ട്. ഈ 11th ഐറ്റം ഇവിടെയാണ്. 11th ഐറ്റം എവിടെയാണ്? 20. ഓക്കെ, അപ്പൊ 20 ഈസ് ദ Q1 is equal to ആൻസർ 20. Q1 കിട്ടിക്കഴിഞ്ഞു. ദെൻ നമുക്ക് അതേപോലെ Q3 കണക്കാക്കാം. Q3 is equal to ഫോർമുല പറഞ്ഞ സെയിം തന്നെയാണ്. സൈസ് ഓഫ് 3n plus 1 divided by 4th item is equal to size of 3 into n എത്രയാണ്? 43 plus 1 divided by 4th item is equal to 3 into 43 3 into 44 divided by 4 is equal to, നമുക്ക് ആൻസർ കിട്ടുന്നത് 1133. ഓക്കെ, നമുക്ക് 33 സൈസ് ഓഫ് 33 ഐറ്റം. ഓക്കെ, 33rd. ഓക്കെ, 33ാമത്തെ ഐറ്റം നമുക്ക് ആൻസർ കിട്ടും. അതേതാണ് നമുക്ക് നോക്കാം. ഏത് കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് അകത്ത് വരുന്നതാണ്? 33 എന്നുള്ളത് 34 എന്ന അല്ലെങ്കിൽ 34 എന്ന CFനകത്താണ് എന്ത് വരുന്നത്? 33rd എന്ന ഐറ്റം നമുക്ക് വരുന്നത്. സോ അതിന് നേരെയുള്ള എക്സ് വാല്യൂ 40. അപ്പൊ നമുക്ക് Q3 കിട്ടിക്കഴിഞ്ഞു 40. Q3 is equal to 40. അപ്പൊ നമുക്ക് Q1 കിട്ടിക്കഴിഞ്ഞു.
Q3 കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് കണക്കാക്കാൻ സാധിക്കും? ക്വാർട്ടൈൽ ഡീവിയേഷനും അതിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് ഈസിയായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. എന്താണ്? Q1 20, Q3 40 കിട്ടിക്കഴിഞ്ഞു. Q1 is equal to 20 and Q3 is equal to 40. നമുക്ക് ഇത് രണ്ട് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ QD is equal to ഫോർമുല ഓർമ്മിച്ചേക്കുക. Q3 minus Q1 divided by 2 is equal to 40 minus 20 divided by 2 is equal to 20 divided by 2 is equal to 10. ഇപ്പൊ Q ക്വാർട്ടൈൽ ഡീവിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് കണക്കാക്കാം. കോഎഫിഷ്യന്റ് കണക്കാക്കുന്നത് ഫോർമുല എഴുതാം. Q3 minus Q1 divided by Q3 plus Q1 is equal to 40 minus 20 divided by 40 plus 20 is equal to 20 divided by 60. നമുക്ക് നോക്കാം 20 divided by 60 എത്രയാണെന്ന് നമുക്ക് നോക്കാം. 20 divided by 60 നമുക്ക് കറക്റ്റ് ആൻസർ 0.33 എന്ന് കിട്ടും. നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് 0.33. നമുക്ക് മീഡിയം കണക്കാക്കി കഴിഞ്ഞാൽ മീഡിയം നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാർട്ടൈൽസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്വാർട്ടൈൽസ് എന്താണ്? ദ ക്വാർട്ടൈൽസ് ആർ ദ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻടു 4 ഈക്വൽ പാർട്സ്. 4 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അവിടെ നമുക്ക് 3 പോയിന്റ് വരുന്നുണ്ട്. Q1, Q2, Q3. അത് നമ്മൾ Q2 നമ്പർ Q2 ഈസ് ഓൾവേസ് സെയിം. ഓൾവേസ് അല്ല, Q2 ഈസ് സെയിം ആസ് മീഡിയൻ. മീഡിയന് തുല്യമാണ് Q2 എന്ന് പറയുന്നത്. Q1 കണക്കാക്കുന്ന ഫോർമുല ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും എന്താണ്? സൈസ് ഓഫ് n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം. Q3 കണക്കാക്കുന്നത് സൈസ് ഓഫ് 3n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം. അതിൽ ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3യും Q1ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാർട്ടൈൽ ഡീവിയേഷനും അതിന്റെ കോഎഫിഷ്യനും നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുന്നത് Q3 minus Q1 ഡിവൈഡഡ് ബൈ 2. കാരണം ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് വേറൊരു പേര് വന്നു, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞിരുന്നു. Then കോഎഫിഷ്യന്റ് കണക്കാക്കുന്നത് Q3 minus Q1 divided by Q3 plus Q1. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിന്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടിന്യൂസ് സീരീസ് പ്രകാരം എങ്ങനെ നമുക്ക് കണക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഫോർമുല ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എന്താണ് നമുക്ക് എക്സാക്ട് വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. ക്ലാസ് വൈസ് ആയിരിക്കും കണ്ടിന്യൂസ് സീരീസ്. നമുക്ക് എപ്പോഴും ക്ലാസ് വൈസ് ആയിരിക്കും എക്സ് വാല്യൂ തന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് അതിന്റെ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം എങ്ങനെയാണ് Q1ഉം Q3യും കണക്കാക്കുന്നത്. Q1 is equal to size of n/4th item. n+1 ഇല്ല, n/4th item. Then for getting exact value നമുക്ക് അതിന്റെ കറക്റ്റ് ക്ലാസ് വൈസ് നമുക്ക് Q1 ക്ലാസ് കിട്ടും. അതിന് എക്സാക്ട് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ വേറൊരു ഫോർമുല അപ്ലൈ ചെയ്യും. മീഡിയനെ പോലെ തന്നെയാണ് L plus n/4 minus CF divided by F into I. അതിൽ L നമുക്ക് നമ്മൾ കണ്ടുപിടിച്ച ക്വാർട്ടർ ക്ലാസിന്റെ ലോവസ്റ്റ് വാല്യൂ, ലോവസ്റ്റ് ലോവർ ലിമിറ്റ് ഓഫ് ദി ക്വാർട്ടർ ക്ലാസ് Q1 ക്ലാസ്, ലോവർ ലിമിറ്റ് ഓഫ് Q1 ക്ലാസ്. Then n/4 നമ്മളിവിടെ ചെയ്യുന്നത് തന്നെയാണ്. n/4 നമ്മളിവിടെ ചെയ്യുന്ന അതേ ആൻസർ തന്നെയാണ്. Then CF എന്ന് പറഞ്ഞാൽ cumulative frequency of the class which preceding the Q1 ക്ലാസ്. Q1 ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ CF ആണ് എടുക്കേണ്ടത്. CF of the preceding class. ഓക്കെ, മാറിപ്പോയത് നമ്മുടെ Q1 ക്ലാസിന്റെ CF അല്ല. Q1 ക്ലാസ് എന്താണ്? ക്വാർട്ടൈൽ 1 ക്ലാസ് ഏതാണ് കിട്ടുന്നത്? അതിന് തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ CF ആണ് എടുക്കേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ക്ലാസ് എടുക്കേണ്ടത്. Then F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി Q1 ക്ലാസ്, ഫ്രീക്വൻസി ഓഫ് ദി Q1 ക്ലാസ്. Then I is equal to class interval. ക്ലാസ് എത്ര വെച്ചാണ് ആഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എത്ര വെച്ചാണ് കൂടി വരുന്നത്, അതാണ് I is equal to class interval. ഓക്കെ, ഇതാണ് നമുക്ക് Q1 കണക്കാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഫോർമുല. അതുപോലെ തന്നെയാണ് Q3 എങ്ങനെയാണ് കണക്കാക്കുന്നത്? സൈസ് ഓഫ് 3n/4th ഐറ്റം.
സൈസ് ഓഫ് 3 തേർഡ് ക്വാർട്ടറിലാണ്, അതിന്റെ 3n/4 ഐറ്റം. അവിടെ നമുക്ക് ക്വാർട്ടർ Q3 ക്ലാസ് കിട്ടും. അതിൽ നമുക്ക് ശരിയായൊരു വില കിട്ടണമെങ്കിൽ L plus 3n/4 minus 4 minus CF divided by F into I. Okay. L is equal to നമ്മുടെ Q3 ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. Then 3n/4 നമ്മളിവിടെ ചെയ്യുന്നതാണ്. CF എന്ന് പറഞ്ഞാൽ Q3 ക്ലാസിന് തൊട്ട് മുകളിലുള്ള CF. Then F എന്ന് പറഞ്ഞാൽ Q3 ക്ലാസിന്റെ ഫ്രീക്വൻസി. I എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാസ് ഇന്റർവൽ. സെയിം തന്നെയാണ്. അപ്പൊ Q3 ക്ലാസ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്സാക്ട് വാല്യൂ ഇടുന്നത്? ആ Q3 ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഏതാണോ 3n/4 നമ്മളിവിടെ ചെയ്യുന്ന ആൻസർ ആണ്. ദെൻ CF എപ്പോഴും ഓർമ്മിക്കുക, നമ്മൾ ഏത് ക്ലാസിന്റെ ആണോ കണ്ടുപിടിച്ചത് അത് തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. ഫ്രീക്വൻസി F എന്ന് പറഞ്ഞാൽ സെയിം ആ ക്ലാസിന്റെ തന്നെ ഫ്രീക്വൻസി ആയിരിക്കും. I is equal to ക്ലാസ് ഇന്റർവൽ. നമുക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, മീഡിയൻ നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഇത് ഈസിയാണ്. മീഡിയൻ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം അത് പഠിച്ച് തീർക്കുക. മീഡിയൻ പഠിച്ചതിന് ശേഷം Q3 Q1 ഒക്കെ പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂസ് സീരീസ് എഴുതാം. എങ്ങനെ നമുക്ക് Q1 Q3 കണക്കാക്കാനായിട്ട് സാധിക്കും, ഡിവിഷൻ കണക്കാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, നമുക്ക് അവിടെ എന്ത് കണക്കാക്കണം? CF കുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് അവിടെ കണക്കാക്കണം. ഇപ്പൊ നമുക്ക് 2 ആദ്യത്തെ 2 തന്നെയാണ്. Then 12, then 37, then 53, then 60. നമുക്കൊരു ടോട്ടൽ ഫ്രീക്വൻസി എടുക്കുമ്പോഴും കിട്ടുന്നത് എത്ര തന്നെയാണ്? 60 എന്ന് കിട്ടും. നമുക്ക് ഇത് Q1 കണക്കാക്കാം. Q1 ഞാൻ നേരത്തെ ഫോർമുല പറഞ്ഞു. സൈസ് ഓഫ് n/4 ഐറ്റം is equal to n എത്രയാണ്? 60. ടോട്ടൽ ഫ്രീക്വൻസി 60. സൈസ് ഓഫ് n 60/4 ഐറ്റം is equal to സൈസ് ഓഫ് 15th ഐറ്റം. സൈസ് ഓഫ് 15, 15ാമത്തെ ഐറ്റം. നമുക്ക് ഇതിൽ എവിടെയാണ് 15ാമത്തെ ഐറ്റം വരുന്നത് നോക്കാം. 12 വരെയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. 13 മുതൽ 37 വരെ എവിടെയാണുള്ളത്? സോ നമുക്ക് പറയാൻ പറ്റും 15 എപ്പോഴും ഏതിന്റെ അകത്തായിരിക്കും? അപ്പോ ഈ 37 എന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് അകത്താണ്. അതോടെ തന്നെ അതിന് നേരെയുള്ള ക്ലാസ് ആണ് നമ്മുടെ Q1 ക്ലാസ്. അപ്പൊ Q1 ക്ലാസ് നമുക്ക് കിട്ടി. Q1 ക്ലാസ് ഈസ് ഈക്വൽ ടു 30 to 35. അപ്പൊ ഇതിന്റെ അകത്ത് എവിടെയാണ് നമ്മുടെ കറക്റ്റ് Q1 വാല്യൂ ഉള്ളത്? Q1 ക്ലാസ് ആണ് കിട്ടിയത്. Q1 ക്ലാസ്സിനകത്ത് നമുക്ക് ശരിക്കും ഉള്ള Q1 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. എന്താണ്? Q1 is equal to L plus n/4 minus CF divided by F into I. നമുക്ക് ഓരോ വിലയും എഴുതാം. L is equal to ലോവർ ലിമിറ്റ്, നമ്മുടെ ക്ലാസിന്റെ Q1 ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 30. Then n/4 നമ്മൾ ചെയ്തിട്ടുണ്ട്. n/4 is equal to 15 is equal to 15. Then CF ഞാൻ പറഞ്ഞു നമ്മുടെ Q1 ക്ലാസ്സിൽ തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ CF 12. അപ്പൊ CF is equal to 12. നമ്മുടെ ക്വാർട്ടർ ക്ലാസ്സിന്റെ തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ CF ആണ് എടുക്കേണ്ടത്. Then ഫ്രീക്വൻസി ക്വാർട്ടർ നമ്മുടെ Q1 ക്ലാസിന്റെ അതേ ഫ്രീക്വൻസി 25. Then ലാസ്റ്റ് എന്താണ്? I is equal to എത്ര വെച്ച് ആഡ് ചെയ്യപ്പെടുന്നത്? 5 ആണ് ക്ലാസ് ഇന്റർവൽ. ഇപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അത് ഫോർമുലയോട് കൺവേർട്ട് ചെയ്യാം. Q1 is equal to 30 plus 15 minus 12 divided by 25 into 5 is equal to 30 plus 3 into 5 divided by 25 is equal to 30 plus 15 divided by 25. നമുക്ക് നോക്കാം 15 divided by 25 എത്രയാണ് നമുക്ക് നോക്കാം. divided by 25 നമുക്ക് കിട്ടുന്നത് എന്താണ്? 30 plus 0.6. അപ്പൊ കറക്റ്റ് ആൻസർ Q1 is equal to 30.6 എന്നാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നത്. Q1 കണക്കാക്കുന്ന രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ Q1 കണക്കാക്കാൻ വേണ്ടി ഫോർമുല അപ്ലൈ ചെയ്തു. കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് n/4 ഐറ്റം, then 15th ഐറ്റം നമുക്ക് കിട്ടും. 15th ഐറ്റം ഏത് CF-നകത്താണെന്ന് നോക്കുക. അതിന് നേരുള്ളതാണ് Q1 ക്ലാസ്. ആ Q1 ക്ലാസ്സിന്റെ എക്സാക്ട് വാല്യൂ കണക്കാക്കാൻ വേണ്ടി നമ്മൾ L plus n/4 minus CF divided by F into I എന്ന ഫോർമുല ഉപയോഗിച്ചു. അത് നമ്മൾ ഓരോ വാല്യൂവും കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് കിട്ടിയ ആൻസർ ആണ് 30.6. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണക്കാക്കണം? Q3 കണക്കാക്കണം.
Q3 നമുക്ക് പറഞ്ഞ ഫോർമുല സൈസ് ഓഫ് 3n by 4th item. 3n by 4th item is equal to size of 3 into n 60. Okay, 3 into 60 divided by 4th item is equal to 180 divided by 4 is equal to നമുക്ക് എത്ര കിട്ടും? എത്രാമത്തെ ഐറ്റം? 45 അല്ലേ? 45 എന്ന ആൻസർ നമുക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട്. 180 divided by 4 is equal to 45. അപ്പൊ 45th ഐറ്റം നമുക്ക് കിട്ടും. 45th ഐറ്റം നമുക്ക് എവിടെയാണ്, ഏത് കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് അകത്താണ് വരുന്നത് നോക്കാം. 53 അല്ലെ, 37ന്റെ അകത്ത്, അത് കഴിഞ്ഞ് 38 മുതൽ 53 വരെയുള്ള ഐറ്റംസ് എല്ലാം 53 എന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി അകത്താണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന് നേരെയുള്ള ക്ലാസ് 35 40 ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് Q3 ക്ലാസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ Q3 ക്ലാസ് ഈസ് ഈക്വൽ ടു Q3 ക്ലാസ് ആണ് കിട്ടിയത്. ഏതാണ്? 35 40. സോ നമുക്ക് കറക്റ്റ് ആൻസർ എക്സാക്ട് വാല്യൂ കിട്ടണം. ഈ 35നും 40ക്കും ഇടയിലുള്ള Q3 കറക്റ്റ് നമുക്ക് കണക്കാക്കണം. അത് കണക്കാക്കുന്ന ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞത് Q3 is equal to L plus 3n by 4 minus CF divided by F into I. നമുക്ക് ഓരോ വാല്യൂ നോക്കാം. L എന്താണ്? ലോവർ ലിമിറ്റ് ഓഫ് ദി ക്ലാസ്, Q3 ക്ലാസ്. അപ്പൊ L is equal to ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 35. Then 3n by 4 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 3n by 4 is equal to 45. 3n by 4 is equal to 45. Then CF ഞാൻ പറഞ്ഞു, നമ്മുടെ കോട്ടയിൽ ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ CF. അപ്പൊ ഇതാണ് നമ്മുടെ Q3 ക്ലാസ് തൊട്ട് മുകളിലുള്ള ക്ലാസ്. അതിന്റെ നേരെയുള്ള CF എത്രയാണ്? 37. Then F is equal to അതിന്റെ ഫ്രീക്വൻസി ആണ്. F എന്ന് വെച്ചാൽ 16. F is equal to 16. I is equal to 5. ഇപ്പൊ നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. നമ്മളിത് എങ്ങനെയാണ് അതിനെ ഫോർമുലയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Q3 ചെയ്യേണ്ട രീതി is equal to Q3 is equal to 35. L is equal to 35 plus 45 minus 37 divided by 16. F എന്ന് പറഞ്ഞാൽ 16 into 5 is equal to 35 plus 45 minus 37 is equal to 8 divided 8 is 5 into 5 divided by 16 is equal to 35 plus 40 divided by 16. 40 divided by 16 നമുക്ക് നോക്കാം. 40 divided by 16 എത്രയാണെന്ന്? equal to 2.5 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ is equal to 35 plus 2.6. ഇപ്പൊ Q3 കിട്ടും നമുക്ക് 37.6 നമുക്ക് ആൻസർ കിട്ടി. ഇപ്പൊ നമുക്ക് Q1 Q3 കിട്ടിയിട്ടുള്ളൂ. നമുക്ക് കണക്കാക്കുന്നത് എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കണം, അതിന്റെ കോഎഫിഷ്യന്റ് കണക്കാക്കണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുന്ന ഫോർമുല എങ്ങനെയായിരുന്നു? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആൻഡ് കോഎഫിഷ്യന്റ് കണക്കാക്കുന്നത് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 എന്നായിരുന്നു. നമുക്കിപ്പോ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞു? നമുക്കിപ്പോ Q1 കിട്ടി. Q1 നമുക്ക് നേരത്തെ എത്ര കിട്ടി? 30.6 എന്ന് കിട്ടി. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി ക്വാർട്ടൈൽ ഡീവിയേഷൻ കോഎഫിഷ്യന്റ് കണക്കാക്കണം. Q1 നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻസർ നമുക്ക് 30.6 എന്ന് കിട്ടി. ദെൻ Q3 ഇപ്പൊ നമ്മൾ ചെയ്തെത്രയാണ്? 37.6 കിട്ടി. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് Q3യും ക്വാർട്ടൈൽ ഡീവിയേഷനും അതിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് കണക്കാക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർമുല എന്തായിരുന്നു? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 minus Q1 divided by 2. Q3 നമുക്ക് 37.6, Q1 30.6. So is equal to 37.6 divided by 37.6 minus 30.6 divided by 2 is equal to 7 divided by 2. Answer 3.5 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. Then അതിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് കണക്കാക്കാം. കോഎഫിഷ്യന്റ് വരുന്നത് Q3 minus Q1 divided by Q3 plus Q1 is equal to 37.6 minus 30.6 divided by
37.6 plus 30.6 is equal to 7 divided by അല്ലേ നമുക്കിവിടെ 7 കിട്ടുന്നു ഡിവൈഡഡ് ബൈ എത്രയാണ് 68.2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 68.2 എന്ന് കിട്ടുന്നു. മുകളിൽ 7 നമുക്ക് ഇതിന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. പോയിന്റ് ഈസ് ഈക്വൽ ടു 0.102 അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1.103 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് കോഎഫിഷ്യന്റ് കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് ആദ്യം Q1 ഉം Q3 കണക്കാക്കണം. Q1 കണക്കാക്കുന്ന രീതി എങ്ങനെയാണ്? കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് തന്നെ സൈസ് ഓഫ് n ഡിവൈഡഡ് ബൈ 4th ഐറ്റം. Q3 കണക്കാക്കുന്നത് 3n ഡിവൈഡഡ് ബൈ 4th ഐറ്റം. ഇത് നമുക്ക് ചെയ്യുമ്പോഴേക്കും അതിന്റെ ക്ലാസ്സിൽ കിട്ടുകയുള്ളൂ. ആ ക്ലാസ്സിൽ നമുക്ക് ശരിക്കുള്ള വില കണ്ടുപിടിക്കണം. നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കുന്നത്? L plus n ഡിവൈഡഡ് ബൈ 4 മൈനസ് CF ഡിവൈഡഡ് ബൈ F into I. ഏത് കണക്കാക്കാൻ? Q1 കണക്കാക്കാനും then Q3 കണക്കാക്കാൻ വേണ്ടി L plus 3n by 4 മൈനസ് CF ഡിവൈഡഡ് ബൈ F into I. അതാണ് നമ്മൾ Q3യും Q1 ഉം കിട്ടിക്കഴിഞ്ഞാൽ Q3 Q1 നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണക്കാക്കുന്നു? അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള QD അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷനും അതിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി. ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുന്ന ഫോർമുല Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആൻഡ് കോഎഫിഷ്യന്റ് കണക്കാക്കുന്ന ഫോർമുല Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഇപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പ്രധാനപ്പെട്ട ഒരു ഇതാണ് എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ അതുകൊണ്ട് നന്നായി പഠിക്കുക. പരീക്ഷ അടുത്തോണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പഠിച്ച് എന്താണ് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് മാനേജ്മെന്റിന്റെ ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പോർഷനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരാം. താങ്ക് യു ഓൾ.